നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പിറന്ന നാടിന്റെ കണ്ണീർ പൂക്കൾ ഏറ്റുവാങ്ങി VS അച്യുതാനന്ദന്റെ മൃതദേഹം പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചു. ജനസാഗരത്തിന് നടുവിലൂടെ 22 മണിക്കൂർ നേരമെടുത്താണ് തിരുവനന്തപുരത്തു നിന്ന് പുന്നപ്രയിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തിയത്. VSനെ അവസാനമായി ഒരു നോക്കു കാണാൻ പുന്നപ്രയിലെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ രാവിലെ മുതൽ വീട്ടിലെത്തി കാത്തുനിൽക്കുകയാണ്. VSന്റെ മൃതദേഹം ഇന്ന് രാവിലെ 9 മണിയോടെ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങളുടെ വികാരാവേശത്തിൽ വിലാപയാത്ര മണിക്കൂറുകൾ വൈകി. കനത്ത മഴയെപ്പോലും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പ്രിയസഖാവിനെ ഒരു നോക്കു കാണാനായി വഴിനീളെ കാത്തുനിന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. സമയക്രമം വൈകിയതിനെ തുടർന്ന് DC-യിലെ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രമുഖ നേതാക്കൾ DC-യിലെത്തിയിട്ടുണ്ട്. അതേസമയം സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. മ്ലാങ്ങാട് ബീച്ചിൽ വീണ്ടും ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസ് തീരത്താണ് ബുധനാഴ്ച രാവിലെ ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസം മ്ലാങ്ങാട് ബീച്ചിൽ മറ്റൊരു ഡോൾഫിന്റെ അഴുകിയ ജഡം കരയ്ക്കടിഞ്ഞിരുന്നു. ജഡം ലൈഫ് ഗാർഡ്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് TMC അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തന്നെ കടൽ തീരത്തിന് വടക്കു ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് സംസ്കരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച മ്ലാങ്ങാട് ബീച്ചിൽ നിന്നും തെക്കുഭാഗത്ത് 3 കിലോമീറ്റർ മാറി മറ്റൊരു ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞത്. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക ഇതോടെ തീരമേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. ക്വാറി വേസ്റ്റുമായി വന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ചങ്ങരംകുളം വളയംകുളം മാങ്കുളത്താണ് സംഭവം. കുളത്തിനു സമീപത്തെ വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിന് ക്വാറി വേസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറിയാണ് റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീണത്. കുളത്തിന്റെ വശത്തെ ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന ലോറിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. 30 അടിയിലേറെ താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണ്ണമായും മുങ്ങി. മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്കു കയറ്റിയത്. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് കുഴഞ്ഞു വീണു മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. രമ്യ മാതാവും ആദർശ് സഹോദരനുമാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗുരുവായൂർ പഞ്ചാരമുക്കിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ പോസ്റ്റ് തകർന്നു. മറ്റത്തു നിന്ന് വരികയായിരുന്ന കാറിന് മുന്നിലേക്ക് ബൈക്ക് വെട്ടിച്ചതോടെ കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. KSEBയുടെ നേതൃത്വത്തിൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പോലീസ് ചമഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പഴഞ്ഞി സ്കൂളിന് സമീപമുള്ള കുരിശുപള്ളിയോട് ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് പോലീസ് എന്ന വ്യാജേന എത്തിയവർ ബാഗുകൾ പരിശോധിച്ച് മോഷണം നടത്തിയത്. ബാഗുകളിലുണ്ടായിരുന്ന പണവും ID കാർഡുകളും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചക്കംകണ്ടത്തെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ചക്കംകണ്ടത്തിന്റെ ദുർവിധി പറയുന്ന ഒരു ഹ്രസ്വചിത്രവും ശ്രദ്ധിക്കപ്പെടുകയാണ്. 11 വർഷം മുമ്പ് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത്. എന്ത് മണ നാറിയിട്ട് വയ്യ, എല്ലാരും മൂക്ക് പൊത്തിക്കും. ഇതാണോ വീഗാലാൻഡ്? മാഷ് എന്തിനാ 2014 അധ്യാപകരായ റാഫി നീലങ്കാവിൽ നിർമ്മാണവും രചനയും സൈജോ കണനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ലഘുചിത്രമാണ് ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത്. ചക്കംകണ്ടത്തെ പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരന്ത ജീവിതത്തെയും പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. എത്രയോ ഭംഗിയുള്ള സ്ഥലമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആ കാണുന്നതാണ്
കണ്ടൽക്കാട് കണ്ടില്ലേ? കൊക്കുകൾ വന്നു കണ്ടില്ലേ? എത്രയോ മനോഹരമായിരുന്ന സ്ഥലമാണെന്നറിയോ? ഈ ആവാസ വ്യവസ്ഥയെയാണ് മലിനീകരണം മൂലം നാം തകർത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജല സ്രോതസ്സുകളായ നദികൾ, തോടുകൾ ഇവയൊക്കെ മാലിന്യം ഒഴുക്കിവിടാനുള്ള അഴുക്കുചാലുകളാക്കി നാം മാറ്റി. മാലിന്യം മൂലം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം ഇല്ലാതാകുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരിത ജീവിതവും കാഴ്ചകളും അതുപോലെ തുടരുന്നു എന്നതിൽ ഏറെ ദുഃഖം തോന്നുന്നുവെന്ന് പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകൻ കൂടിയായ റാഫി നീലങ്കാവിൽ പറയുന്നു. വലിയ തോടുവഴിയെത്തുന്ന മാലിന്യം കായൽ വഴി അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. വലിയ മത്സ്യ സമ്പത്തുൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയെയാണ് ഇതില്ലാതാക്കുന്നത്. മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികളാണ് നാം പരിഗണിക്കേണ്ടത്. ആധുനിക സമൂഹത്തിന്റെ മാർഗങ്ങൾ ഇനിയെങ്കിലും സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചക്കങ്കണ്ടം കായലിൻ്റെ ദുർവിധിയാണ് 14 വർഷങ്ങൾക്ക് മുന്നേ തവളയും ചാവും, മീനും ചാവും, ചാച്ചിക്കുട്ടിയും ചാവും എന്ന ഹ്രസ്വ ചിത്രത്തിന് പ്രേരകമായത്. അവിടുത്തെ ആളുകളുടെ ദുസ്സഹമായ ജീവിതം നേരിട്ട് കണ്ടപ്പോഴാണ് ഈയൊരു ചിത്രം നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് മനസ്സിലായത്. ഈ വലിയ തോടിൽ നിന്ന് വരുന്ന ഈ മാലിന്യം പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു മാലിന്യം മുഴുവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ ചേറ്റുവ കായലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം മീനുകളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ അതോടുകൂടി ഇല്ലാതാവുകയാണ്. ഹ്രസ്വ ചിത്രത്തിലെ ഏതാനും ഭാഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഷോർട്ട് ഫിലിമിന്റെ പൂർണ്ണരൂപം ജനകീയ ചലച്ചിത്രവേദി എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ സുന്ദരമുഖങ്ങൾ മാത്രമല്ല, നമ്മൾ മൂലം വികൃതമാക്കിയ ഈ മുഖങ്ങളും നാം കാണണം. ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ടം നടത്തി. ബുധനാഴ്ച രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയ്ക്കു ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി എറവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ടം നടത്തി. ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറും നാളികേരം, ശർക്കര, വിവിധതരം പഴവർഗ്ഗങ്ങളുമാണ് ആനകൾക്ക് നൽകിയത്. കർക്കിടകം 1 മുതൽ 7 വരെ ക്ഷേത്രത്തിൽ ഔഷധകഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നന്ദിനി ടീച്ചറുടെ നേതൃത്വത്തിൽ 31 ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5-ന് നാലമ്പല ദർശനം നടത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആനയൂട്ടിന് ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജു പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങളായതായി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്ന പിതൃതർപ്പണത്തിന് ആയിരങ്ങളാണ് വർഷം തോറും എത്താറുള്ളത്. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യ പൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. തർപ്പണശേഷം പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ PTA, ജീവകാരുണ്യ സംഘടനയായ മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ, ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയും പ്രമുഖ ആശുപത്രികൾ, ആരോഗ്യരംഗത്തെ സംഘടനകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും നടത്തുന്നു. ജൂലൈ 26-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ദന്തരോഗം, നേത്രരോഗം, കാർഡിയോളജി, പൾമണോളജി, ആയുർവേദം, ജനറൽ മെഡിസിൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും ബ്ലഡ് ടെസ്റ്റ്, ജനറൽ ചെക്കപ്പ് തുടങ്ങി വിവിധ പരിശോധനകളും സൗജന്യമായി ലഭ്യമാക്കും. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സെമിനാറുകൾ ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷനായി 9995 462224 9446 9884
കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും കെ-ഡിസ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ 7ാം പതിപ്പിൽ ജില്ലാതല വിജയികളായി കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 2ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളായ AS റിഫാൻ, PB ഷബാന എന്നിവരാണ് 25,000 രൂപയുടെ സമ്മാന തുകയ്ക്കും സംസ്ഥാനതല മത്സരത്തിനും അർഹത നേടിയത്. ജില്ലാതലത്തിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 12 ടീമുകളിൽ ചാവക്കാട് ഉപജില്ലയിലെ തന്നെ ഏക വിദ്യാലയമായി മാറിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VSS. ചരമം. കുന്നംകുളം ആർത്താറ്റ് വാണിയം പറമ്പിൽ ചിന്നൻ മകൻ സാബു എന്ന സുനിൽകുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. ബീന ഭാര്യയും ആദിദേവ്, അമൽദേവ് എന്നിവർ മക്കളുമാണ്. പട്ടിക്കര നാലകത്ത് പരേതനായ NK കുഞ്ഞിമോൻ മകൻ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും കുന്നംകുളം ഫിഷ് മാർക്കറ്റ് NK കുഞ്ഞിമോൻ ആൻഡ് സൺസ് കമ്പനി ഉടമയുമാണ് പരേതൻ. ഖബറടക്കം വൈകിട്ട് 3-ന് പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ജമീലയാണ് ഭാര്യ. അനീസ് റഹ്മാൻ, ഷഹന, പരേതനായ നിമീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.